വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്. വായിച്ചാൽ നമ്മളുടെ അറിവ് മാത്രമല്ല കൂടുക, നമ്മളുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം കൊണ്ടുവരും. ഈ വേർഡ് നമ്മുടെ ബ്രെയിനിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കണ്ണുകൊണ്ട് വായിച്ച ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോ നമ്മുടെ ബ്രെയിനിൻ്റെ ബാക്കിൽ നിന്നാണ് അൺഫോൾഡ് ചെയ്ത് തുടങ്ങുന്നത്. അതാണ് നമ്മുടെ വിഷ്വൽ ഇമേജ് പ്രോസസ്സിംഗ് ഏരിയ. അതിനുശേഷം അവിടെ നിന്നും ആക്ടിവേറ്റ് ആവുന്നത് ടെമ്പറൽ ലോബാണ്. അവിടെ ഈ ഇമേജിൽ ലെറ്റേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മളുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലുള്ള ഈ ടൈനി സ്ട്രിപ്സ് ഓഫ് കോർട്ടെക്സിനെ VWFA എന്ന് വിളിക്കുന്നു. നമ്മളൊരു പിക്ചറിൽ നോക്കുമ്പോഴോ ഒരു ഫേസിൽ നോക്കുമ്പോഴോ ഒരു ഷേപ്പിൽ നോക്കുമ്പോഴോ ഇത് ആക്ടിവേറ്റ് ആവില്ല. നമ്മൾ ഒരു വേർഡിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഇതിനേക്കാൾ കൂളറായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പല ഫോണ്ടിലുള്ള ലെറ്റേഴ്സ് കണ്ടാലും ഇത് ആക്ടിവേറ്റ് ആവും. ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ളത് കണ്ടാലും ഇത് ആക്ടിവേറ്റ് ആവും. ഹാൻഡ് റിട്ടേൺ ആണെങ്കിലും ഇത് ആക്ടിവേറ്റ് ആവും. പിന്നെ ഒരു വേർഡ് പാർഷ്യലി കവേർഡ് ആണെങ്കിലും ഈവൻ ഒരു ലെറ്റർ പാർഷ്യലി കവേർഡ് ആണെങ്കിൽ പോലും ഇത് ആക്ടിവേറ്റ് ആവും. നമ്മുടെ ബ്രെയിനിൻ്റെ അവിടെ നിന്നും എക്സ്പ്ലോസീവ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് രണ്ട് ഏരിയയിലേക്കാണ് പിന്നെ പോകുന്നത്. ഒരു ഏരിയ ആ വേർഡിൻ്റെ മീനിങ് പ്രോസസ്സ് ചെയ്യും, മറ്റേ ഏരിയ ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രോസസ്സ് ചെയ്യും. ഒരു വേർഡിലേക്ക് നമ്മുടെ കണ്ണ് ലാൻഡ് ചെയ്ത ടൈം തൊട്ട് ബ്രെയിനിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാൻ 150 മില്ലി സെക്കൻഡ് മതി. ഹ്യൂമൻസിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഒന്നാണ് റീഡിങ്. റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ, ഞാൻ സ്ക്രീനിൽ ഒരു വേർഡ് കാണിക്കാം, ബട്ട് നിങ്ങൾ വായിക്കരുത്. ബട്ട് നിങ്ങൾ വായിച്ചു. കാരണം നമ്മൾക്ക് അറിയാവുന്ന ഭാഷയാണെങ്കിൽ നമ്മളെ ബ്രെയിനിനെ അത് അൺസീ ചെയ്യാൻ കഴിയില്ല. ജൂൺ 2025 3000 പേരെ വെച്ച് നടത്തിയ ഒരു സ്റ്റഡിയിൽ മെറ്റാ അനാലിസിസ് വഴി വായിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ ഏതൊക്കെ ഏരിയ ആക്റ്റീവ് ആവുന്നതെന്ന ഒരു മാപ്പ് തന്നെ ഉണ്ടാക്കി. ഈ സ്റ്റഡിയിൽ പറയുന്നത് ചില ആളുകൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ടായിരിക്കും വായിക്കുന്നത്. വായിക്കാൻ നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുമായിട്ട് അവരുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ടെന്ന്. കൂടുതൽ വായിക്കുന്നവരുടെ ലെഫ്റ്റ് ആൻറ്റീരിയർ ടെമ്പറൽ ലോബ് ലാർജർ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ കോർട്ടെക്സിൻ്റെ 4 മെയിൻ ലോബുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റഡീസ് പറയുന്നത് ഒരാൾ ദിവസവും വൈകുന്നേരം 30 പേജ് വായിച്ചാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ലെഫ്റ്റ് ടെമ്പറൽ ലോബിൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കുമെന്നാണ്. ഈ ഏരിയയിലാണ് നമ്മളുടെ ചില മെമ്മറീസ് ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ റീഡ് ചെയ്യുന്നവർക്ക് ഡിമെൻഷ്യ ചാൻസസ് റിലേറ്റീവ്ലി കുറവാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വായന നമ്മളുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും കുറക്കാൻ സഹായിക്കുമെന്ന്. പിന്നെയുള്ള കഴിവാണ് വെർബൽ റീകോൾ. സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വേർഡ് ഓർത്തെടുക്കാനുള്ള കഴിവ്. പിന്നെ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള സമയം നമ്മളുടെ ഫോക്കസും കോൺസെൻട്രേഷനും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ റീഡിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഞാൻ വലിയ വായനക്കാരനൊന്നുമല്ല, ബട്ട് എന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിക്കാൻ സഹായിച്ച കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഫസ്റ്റ്, സെറ്റപ്പ് റീഡിംഗ് ടേബിൾ ഓർ സ്പേസ്. വായിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ടേബിളോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്പേസോ ആക്കുക. സെക്കൻഡ്, സെറ്റപ്പ് ടൈം. ഒരു സെപ്പറേറ്റ് ടൈം വായിക്കാൻ മാത്രം മാറ്റിവെക്കുക. ഇത് എല്ലാവർക്കും ആവണമെന്നില്ല, ബട്ട് ഇത് എന്നെ വളരെയധികം കൺസിസ്റ്റൻ്റ് ആവാൻ സഹായിച്ചിട്ടുണ്ട്. തേർഡ്, ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഹൗ മച്ച് യു റീഡ്. ഒരു പേജ് വായിച്ചാലും സ്വയം സാറ്റിസ്ഫൈഡ് ആവുക. പിന്നെ കുറച്ച് ടൈം എടുത്ത് അത് ഒന്ന് റീകോൾ ചെയ്യുക. വായിച്ചതൊക്കെ ഓർക്കാൻ വേണ്ടി വായിച്ചിട്ട് മനസ്സിലായ കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. ശരിക്കും കുറേ ബുക്ക് വായിക്കുന്നതിലല്ല കാര്യം, വായിച്ച ഒരു ബുക്കിലെ കാര്യം പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യം.